ചോറ് കഴിക്കണം പക്ഷേ ഹെൽത്തി ആയിട്ട് വേണം എന്നാണോ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിന് പകരം കീൻവ ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കീൻവ ഫ്രൈഡ് റൈസ് ആണ്. ലഞ്ചിനും ഡിന്നറിനും മാത്രമല്ല മീൽ പ്രിപ്പ് ഒക്കെ ചെയ്തു വെക്കുവാനും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കീൻവ ശരിയായി കുക്ക് ചെയ്താൽ ഈ ഗ്രെയിൻസ് ഒക്കെ ഫ്ലഫി ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ വെജിറ്റബിൾസും സോസസും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിന് കിട്ടും. നമ്മൾ 1 കപ്പ് കീൻവ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ശരിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ കുറച്ച് സമയം മതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പച്ചക്കറികളാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതെല്ലാം എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ആണ് എടുത്തേക്കുന്നത്. ഉള്ളി എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഉള്ളിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചെറുതായിട്ട് വറുത്തിടുന്നുണ്ട്, മുട്ടയും എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലേശം വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. മീൻസ് ഓവറായിട്ട് അങ്ങ് വറുത്തെടുക്കാൻ വേണ്ട, എന്നാൽ ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇത് വെന്ത് കിട്ടുവാൻ വേണം. അപ്പം അത് എടുത്തങ്ങോട്ട് മാറ്റി വെക്കുക. ആ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മുട്ടയും കൂടെ ചിക്കി എടുക്കുന്നത്. 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് ചിക്കി എടുക്കുന്നത്. സാധാരണ എങ്ങനെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ റൈസിന് പകരം നമ്മൾ കീൻവയാണ് എടുത്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. മുട്ട ചിക്കി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. അതിനകത്തേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ലേശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ഈ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് വഴറ്റുന്ന സമയത്ത് നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഓവറായിട്ട് വെജിറ്റബിൾസ് കുക്കായി പോകേണ്ട കാര്യമില്ല. ഈ വെജിറ്റബിൾ വഴറ്റുന്നത് ഈ ഓയിലിന് പകരം ബട്ടറിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തത്. എന്നിട്ട് ഈ വെജിറ്റബിളിലേക്ക് നമ്മൾ മാഗി ഒക്കെ മേടിക്കുമ്പം അതിനകത്തിൽ നമുക്ക് ഒരു പൊടി കിട്ടത്തില്ലേ, മാഗി മസാല, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും അതുപോലെ തന്നെ ചിക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ഈ വേവിച്ച് വെച്ചേക്കുന്ന കീൻവ ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഓൾറെഡി സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് ഈ കീൻവ എല്ലാ സൈഡിലും നല്ല രീതിയിൽ പിടിക്കണം. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കണം എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും ആണ്. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലായിരുന്നു, മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പം മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീൻവ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്. കീൻവ കുക്ക് ചെയ്യുക, വെജിറ്റബിൾസ് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക, കീൻവ ചേർക്കുക, സോസസ് ഒക്കെ ആഡ് ചെയ്യുക. ഡയറ്റ് ഒക്കെ നോക്കുന്നവരും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയാൻ മറക്കല്ലേ. നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പിക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വേഗം വരാം കേട്ടോ.